Hey folks, welcome to another episode of Turbo Drive Auto Show. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഏറ്റവും പുതിയ ക്രെറ്റ N-Line ആണ്. ഹുണ്ടായെ സംബന്ധിച്ച് N എന്ന് പറയുന്നത് അവരുടെ പെർഫോമൻസ് വേരിയൻ്റ് ആണ്. നാമിയാങ് എന്ന അവരുടെ ഒരു ടെസ്റ്റ് സെൻ്റർ ഉണ്ട് കൊറിയയിൽ. അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ N, അതുപോലെ തന്നെ നെബറിങ് നമുക്കറിയാം വലിയ ഒരു റേസ് ട്രാക്കാണ്. സോ ഇത് രണ്ടുകൂടെ മാച്ചായിട്ടുള്ള ആ ഒരു N, ഫസ്റ്റ് ലെറ്റർ N-ലാണ് ഇവരുടെ പെർഫോമൻസ് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വാഹനമാണ് N-Line ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ N-Line എന്ന് പറയുന്നത് ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് വാഹനമല്ല, ഒരു സ്പോർട്സ് എലമെൻറ്റ് കൊടുത്തിരിക്കുന്ന ഒരു നോർമൽ വാഹനമാണ്. നോർമൽ ക്രെറ്റയിൽ നിന്നും യാതൊരു വ്യത്യാസം വന്നിട്ടില്ല ഈ ഒരു ഡിസൈൻ ആസ്പെക്റ്റ് അല്ലാതെ. അതായത് സ്കോഡയ്ക്ക് മോണ്ടിക്കാർലോ ഉള്ളതുപോലെയും കിയായ്ക്ക് X-Line ഉള്ളതുപോലെയുമാണ് ഹ്യുണ്ടായിക്ക് N-Line എന്ന വേരിയൻറ്റ്. ഇത് മൂന്നാമത്തെ മോഡലാണ്. i20യിലും വെന്യൂവിലും നമ്മൾ കണ്ടതാണ് N-Line. ഈ ക്രെറ്റ N-Line വരുന്നത് N8, N10 എന്ന രണ്ട് മോഡലിലാണ്. അതുപോലെ തന്നെ മാനുവൽ ഓട്ടോമാറ്റിക് ഉള്ള ട്രാൻസ്മിഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. 4 കളർ ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇത് വൈറ്റ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ. കൂടാതെ ഒരു ബ്ലൂ വരുന്നുണ്ട്, ഒരു ബ്ലാക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു മാറ്റ് ഫിനിഷ് ഉള്ള ഒരു കളറും N-Lineൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. 2024 ക്രെറ്റ അവതരിപ്പിച്ചപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും മികച്ചൊരു വാഹനമായിരുന്നു ക്രെറ്റ. ലുക്കിലും ഫീച്ചേഴ്സിലും എല്ലാം ഏറ്റവും മികച്ചൊരു വാഹനമായിരുന്നു ക്രെറ്റ. N-Line വന്നപ്പോഴും അതിലൊരു പടി മുമ്പിലാണ് ഹ്യുണ്ടായി ക്രെറ്റ N-Line പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് ഫ്രണ്ടിലെ ആ ഒരു ഡിസൈൻ എലമെൻറ്റിൻ്റെ ചേഞ്ചാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ വലിയൊരു ഡിസൈൻ ചേഞ്ച് ഈ ഒരു വാഹനത്തിന് മുൻവശത്ത് കാണാൻ സാധിക്കില്ല എങ്കിലും ഗ്രില്ലിൻ്റെ ആ ഒരു വലിപ്പം കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറയുടെ ഭാഗം ഈ ഒരു ലോഗോയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. റെഗുലർ ക്രെറ്റയിൽ ലോഗോയുടെ താഴെയായിട്ടാണ് ആ ഒരു ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു പുതിയ ബമ്പർ ട്രീറ്റ്മെൻറ്റും ഈ ഒരു N-Lineൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു റെഡ് എലമെൻറ്റിൻ്റെ ഇൻസേർട്ടും മുൻഭാഗത്തായിട്ട് കാണാൻ കഴിയും. റെഗുലർ ക്രെറ്റയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ N-Lineൻ്റെ ആ ഒരു മുൻഭാഗത്തെ ഡിസൈനാണ് കുറച്ചുകൂടി അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നത്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ റെഗുലർ ക്രെറ്റയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 17 ഇഞ്ച് വീലിൽ നിന്നും 18 ഇഞ്ച് വീലായിട്ട് ഈ ഒരു N-Lineലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടാതെ ഒരു N-Line അലോയ് വീൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ബ്രേക്ക് കാലിപ്പേഴ്സ് റെഡ് ആക്കിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സൈഡ് സ്കേർട്ടിനും ആ ഒരു N-Lineൻ്റേതായിട്ടുള്ള റെഡ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. N-Lineൻ്റെ ബാഡ്ജിങ്ങും കാണാൻ കഴിയും. റെഗുലർ ക്രെറ്റയിൽ നമുക്ക് ഈ സി പെല്ലറിലേക്ക് മെർജ് ചെയ്യുന്ന ഒരു ഭാഗം അലുമിനിയം പാറ്റേണിലായിരുന്നു കൊടുത്തിരുന്നത്. എന്നാൽ അതിപ്പോൾ ഒരു ബ്ലാക്ക് എലമെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൈഡ് പ്രൊഫൈൽ കുറച്ചുകൂടി ഭംഗിയുള്ളതാവുന്നത് N-Lineലേക്ക് വരുമ്പോഴാണ്. പിൻഭാഗത്തേക്ക് വരുമ്പോഴും കാര്യമായിട്ടുള്ള ഡിസൈൻ ചേഞ്ചസ് N-Lineൽ ഹ്യുണ്ടായി അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊരു എൻ്റയർലി ന്യൂ ആയിട്ടുള്ള ഒരു സ്പോയിലർ ലഭിക്കുന്നുണ്ട്. അത് നമ്മൾ ഈ റേസ് കാറിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു എയറോഡൈനാമിക്സ് നിലനിർത്താൻ സാധിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്പോയിലറാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഈ ഒരു പിൻഭാഗത്തും ആ ഒരു ഡിഫ്യൂസർ എലമെൻറ്റിൽ ആ ഒരു റെഡ് എലമെൻറ്റിൻ്റെ ആ ഒരു വലിയൊരു ലൈൻ, തിക്ക് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബമ്പർ പാറ്റേണിലും ഒരു റീവർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിവേഴ്സിലാകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് N-Lineൽ വരുന്നത്. റെഗുലർ ക്രെറ്റയിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അവിടെ ഒരു റെഡ് എലമെൻറ്റിൻ്റെ ഒരു റിഫ്ലക്റ്റർ ഭാഗം കൊടുത്തിട്ടുണ്ട്. കൂടാതെ എൻ്റയർലി റീവർക്ക് ചെയ്തിട്ടുള്ള ഒരു പിൻഭാഗം തന്നെയാണ് ഈ ഒരു ക്രെറ്റ N-Lineൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ നമുക്കൊരു ഡ്യുവൽ എക്സോസ്റ്റ് ആണ് ഈ ഒരു N-Lineൽ കൊടുത്തിരിക്കുന്നത്. റെഗുലർ ക്രെറ്റയിൽ നമുക്ക് സിംഗിൾ പൈപ്പോട് കൂടി ഒരു എക്സോസ്റ്റ് ആണ് വരുന്നതെങ്കിൽ ഈ ഒരു ക്രെറ്റ N-Lineൽ അതൊരു ഡ്യുവൽ പൈപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ഡിസൈൻ എലമെൻറ്റിൽ ഡ്യുവൽ ആ ഒരു എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ വേറൊരു കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും കൊടുത്തിട്ടില്ല. എന്നാൽ സൗണ്ട് ട്യൂണിങ്ങിൽ ചെറിയൊരു ചേഞ്ചസും കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു N-Lineൽ. ഇൻറ്റീരിയറിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും പുതിയ N-Lineൽ കൊണ്ടുവന്നിട്ടില്ല. റെഗുലർ ക്രെറ്റയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഫീച്ചേഴ്സ് തന്നെയാണ് ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ചെറിയ കോസ്മെറ്റിക് എലമെൻസും N-Lineൻ്റേതായിട്ടുള്ള ചെറിയ ബാഡ്ജിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നമുക്കൊരു പുതിയ കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ട്. അതിൽ ഒരു N-Lineൻ്റെ ബാഡ്ജിങ് നമുക്ക് കാണാൻ കഴിയും. ഇത് N സീരീസിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സെയിം സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. കൂടാതെ പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. അതും അത്യാവശ്യം ഒരു ലെങ്ത് ഉള്ള ടൈപ്പിലുള്ള ഒരു സ്പോർട്സ് എലമെൻറ്റ്, സ്പോർട്ടി ഫീൽ നൽകുന്ന രീതിയിലായിട്ടുള്ള ഒരു പാഡിൽ ഷിഫ്റ്റേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് ഈ ഒരു വാഹനം മാനുവലും ലഭ്യമാണ്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പോർട്ടിനെസ് നിലനിർത്താനായിട്ടാണ് ഈ ഒരു N-Lineൽ മാനുവൽ കൊടുത്തിരിക്കുന്നത്. ഗിയർ നോബിനാണെങ്കിലും ആ ഒരു N-Lineൻ്റേതായിട്ടുള്ള ഡിസൈൻ എലമെൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ റെഡ് ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട്. ഈ ഒരു 10 ഇഞ്ച് വലിപ്പമുള്ള ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ കോപ്പർ എലമെൻറ്റിൻ്റെ ഇൻസേർട്ട് പുതിയ ക്രെറ്റയിൽ കൊടുത്തിരുന്നു. അത് ഈ ഒരു N-Line വന്നപ്പോൾ അതൊരു റെഡ് എലമെൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. കൂടാതെ AC വെൻസിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടും ഒരു റെഡ് എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു റൂഫ് ലൈനറിനൊക്കെ ഒരു ഫുള്ളി ബ്ലാക്ക് എലമെൻറ്റിൻ്റെ ഒരു കളർ പാറ്റേൺ ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. സീറ്റുകളിലും ആ ഒരു N-Lineൻ്റേതായിട്ടുള്ള ബാഡ്ജിങ്ങും സ്റ്റിച്ചിങ്ങും കാണാൻ കഴിയും.
റെഗുലർ ക്രെറ്റയിൽ ലഭിക്കുന്ന അതേ സെയിം 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നത്. 158 HP പവറും 253 Nm ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പവർഫുൾ എഞ്ചിനാണ് എൻ ലൈനിലും ഹ്യുണ്ടായി കൊടുത്തിരിക്കുന്നത്. ഹ്യുണ്ടായിക്ക് എൻ എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് ഡിവിഷൻ വേൾഡ് വൈഡ് ഉണ്ട്. അതിൽ അയോണിക്കും അതുപോലെ തന്നെ i20യുടെയൊക്കെ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ഉണ്ട്. പക്ഷേ അവർ ഇന്ത്യയിലേക്ക് അതൊരു കൊണ്ടുവന്നിട്ടില്ല. എന്നാൽ എൻ ലൈൻ എന്നുള്ള പേരിലുള്ള ഒരു പെർഫോമൻസിൻ്റെ ആ ഒരു ഡിസൈൻ എലമെൻറ്റ്സ് കൊടുത്തിരിക്കുന്ന നോർമൽ വാഹനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഈ ഒരു വാഹനത്തിൽ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനോ അങ്ങനെ ഒരു ട്യൂൺ ചെയ്തിരുന്ന വാഹനമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. എന്നാൽ നോർമൽ ക്രെറ്റയ്ക്ക് നമുക്ക് 17 ഇഞ്ച് വീലാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ലഭിക്കുന്നത്. ഈ ഒരു 18 ഇഞ്ച് വീലായിട്ട് ഉയർത്തിയപ്പോൾ അതിൽ സസ്പെൻഷൻ റീട്യൂൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ റൈഡ് ആൻഡ് കംഫർട്ട് മാറിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റൗണ്ട് ഷേപ്പ് സ്റ്റിയറിംഗ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്പോർട്സ് ഫീൽ നിലനിർത്താൻ ഈ ഒരു റൗണ്ട് ഷേപ്ഡ് സ്റ്റിയറിംഗ് ലഭിക്കുന്നുണ്ട്. കൂടാതെ മാനുവൽ ട്രാൻസ്മിഷനാണ് ഈ ഒരു എൻ ലൈന് കുറച്ചുകൂടി സ്യൂട്ടായിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻ. നമ്മളിപ്പോൾ ഓടിക്കുന്നത് 7 സ്പീഡ് DCT ട്രാൻസ്മിഷനാണ്. 18 കിലോമീറ്ററാണ് വാഹനത്തിൻ്റെ മൈലേജ് ഓട്ടോമാറ്റിക്കലും മാനുവലും കമ്പനി ക്ലെയിം ചെയ്യുന്നത്. 18.34 ഒക്കെയാണ് ഓട്ടോമാറ്റിക്കലി വരുന്നത്. സോ വിച്ച് മീൻസ് ഒരു ഡീസൻറ്റ് ഒരു മൈലേജും ഈ ഒരു വാഹനത്തിൽ ഹ്യുണ്ടായി കൊടുക്കുന്നുണ്ട്. പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനം അല്ലെങ്കിൽ പെർഫോമൻസ് ഡിസൈൻ എലമെൻറ്റ്സ് കൊടുത്തിരിക്കുന്ന ഒരു വാഹനം ഡീസൻ്റായിട്ടൊരു മൈലേജ് കാഴ്ചവെക്കുമ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിലും കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുള്ള ഒരു വാഹനമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. റെഗുലർ ക്രെറ്റയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫീച്ചേഴ്സിൽ യാതൊരു മാറ്റവും ഈ ഒരു എൻ ലൈനിലും കൊണ്ടുവന്നിട്ടില്ല. സെയിം ഫീച്ചേഴ്സാണ് ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പനോറമിക് സൺറൂഫ്, ADAS, റിവേഴ്സ് പാർക്കിംഗ്, സീറ്റ് വെന്റിലേഷൻ, 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിലും യാതൊരു വ്യത്യാസവും കൊണ്ടുവന്നിട്ടില്ല. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ലഭിക്കുന്നുണ്ട്. കൂടാതെ ABS, EBD, ADAS പോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. സോ സേഫ്റ്റി സൈഡും വെൽ പാക്കേജ്ഡ് ആയിട്ടാണ് ഈ ഒരു ക്രെറ്റ എൻ ലൈൻ ലഭിക്കുന്നത്. പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതും നോർമൽ ക്രെറ്റയിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ടൈപ്പ് ഉള്ള ഒരു പാഡിൽ ഷിഫ്റ്റേഴ്സ് അല്ല. എൻ ലൈൻ്റെ സ്റ്റിയറിംഗ് ആയതുകൊണ്ട് ആ ഒരു റൗണ്ട് ഷേപ്ഡ് സ്റ്റിയറിങ്ങിന് മാച്ച് ആവുന്ന രീതിയിലായിട്ടുള്ള ഒരു സ്പോർട്സ് ഫീൽ നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു പാഡിൽ ഷിഫ്റ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. സോ അതും ആ ഒരു വാഹനം ഓടിക്കുമ്പോൾ ആ ഒരു ഫീൽ നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു റെഡ് എലമെൻറ്റ് അല്ലെങ്കിൽ എൻ ലൈൻ്റേതായിട്ടുള്ള എല്ലാ എലമെൻറ്റ്സും ആ ഒരു സ്പോർട്സ് ഫീൽ നിലനിർത്താൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഇതിനകത്ത് വേറൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എഞ്ചിനോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിട്ട് ട്യൂൺ ചെയ്തിരിക്കുന്ന ഒരു വാഹനമേ അല്ല. പക്ഷേ സസ്പെൻഷനും കാര്യങ്ങളും ഒക്കെ റീട്യൂൺ ചെയ്തിട്ടുണ്ട്. അത് വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. സോ കുറച്ചും കൂടി ഒരു ബെറ്റർ റൈഡ് ആൻഡ് ഹാൻഡിലിംഗ് ഈ ഒരു എൻ ലൈൻ റെഗുലർ ക്രെറ്റയെ അപേക്ഷിച്ച് നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ക്രെറ്റയിൽ നിന്ന് ക്രെറ്റ എൻ ലൈനിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങളെന്ന് ചോദിക്കുകയാണെങ്കിൽ എഞ്ചിനിലും വണ്ടിയുടെ പെർഫോമൻസിലും യാതൊരു മാറ്റവുമില്ല. മാറ്റങ്ങളുള്ളത് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഔട്ട്സൈഡിൽ കുറച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു കോസ്മെറ്റിക് എലമെൻസും ആ ഒരു ഡിസൈൻ ആസ്പെക്റ്റും മാത്രമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ വില ആരംഭിക്കുന്നത് 16,82,000 രൂപ മുതൽ 21 ലക്ഷം രൂപ വരെയാണ്. റെഗുലർ ക്രെറ്റ അപേക്ഷിച്ച് നോക്കുമ്പോൾ 32,000 രൂപ കൂടുതലാണ് എൻ ലൈൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ. അതിൽ N8, N10 എന്നുള്ള 2 വേരിയൻസിൽ മാനുവൽ ഓട്ടോമാറ്റിക് എന്ന ഈ മോഡലിലാണ് ഈ ഒരു വാഹനം നമുക്ക് ലഭിക്കുന്നത്. സോ റെഗുലർ ക്രെറ്റയിൽ നിന്നും നിങ്ങൾക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ഡിസൈനാണ് നിങ്ങളുടെ വാഹനത്തിന് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്രെറ്റ എൻ ലൈൻ നോക്കാം. നിങ്ങൾക്കൊരു 4 കളർ ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ആക്ച്വലി ആ ഒരു കളർ ഓപ്ഷൻ എൻ ലൈനിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. സോ റെഗുലർ ആ ഒരു സ്റ്റാൻഡേർഡ് ക്രെറ്റയിൽ നമുക്ക് ആ ഒരു കളർ ഓപ്ഷൻ ലഭിക്കുകയില്ല. സോ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ഡിസൈനും ഒരു സ്പോർട്ടി ഫീൽ നൽകുന്ന ഒരു വാഹനവും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും എൻ ലൈൻ കൺസിഡർ ചെയ്യാം. സ്പോർട്ടി ഫീൽ മാത്രമേ ഉള്ളൂ, എഞ്ചിനിലോ പെർഫോമൻസിലോ യാതൊരു മാറ്റവുമില്ല. എന്നാൽ ആ ഒരു സസ്പെൻഷൻ ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. കൂടാതെ ആ ഒരു എക്സോസ്റ്റ് നോട്ടിലും ചെറിയൊരു വേരിയേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോ മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.